ഇന്നൊരു അവധി ദിവസാട്ടോ. ഇന്ന് മക്കൾക്ക് സ്കൂളില്ലാത്തൊരു ദിവസാട്ടോ. അപ്പോൾ മോനെ രാവിലെ തന്നെ മദ്രസയിലോട്ടൊക്കെ പറഞ്ഞയച്ച് വന്ന ശേഷം ഞാൻ കുറച്ച് നേരം കൂടി ഒന്ന് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദാ എഴുന്നേറ്റ ശേഷം ദാ മോന് മദ്രസ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനും മക്കളും കൂടെ പായൊക്കെ ഒന്ന് മടക്കി വെക്കുക കേട്ടോ. എന്നിട്ട് ഇതാ മടക്കി വെച്ച് ഞങ്ങൾ നേരെ താഴോട്ട് പോയിട്ട് ഇതാ കുട്ടികൾക്കൊക്കെ ഫുഡ് കൊടുത്തു. അതുപോലെ ഞാനിതാ കഴിക്കുക കേട്ടോ. ഇന്ന് രാവിലെ പുട്ടും അതുപോലെ ഇറച്ചിക്കറിയായിരുന്നു. അപ്പോൾ അത് ഇതാ കുട്ടികൾക്ക് ഇതാ വിളമ്പി കൊടുക്കുക കേട്ടോ. അപ്പോൾ അത് അനിയത്തിയുടെ കുട്ടിയാട്ടോ. അവൾ സ്റ്റെയർ കേസ് കയറി പോകുമ്പോൾ ഞങ്ങൾ വേണ്ടാന്ന് പറഞ്ഞിട്ട് നിൽക്കട്ടെ. അപ്പോൾ ഞങ്ങളോട് ഇരുന്നിട്ട് ഇതങ്ങനെ കുണിയാണ്. അപ്പോൾ ഞാൻ മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്ത ശേഷം പിന്നെ ഞാനിതൊക്കെ കഴിച്ചിട്ടോ. അപ്പോൾ അതാ ചാവടി കഴിഞ്ഞ ശേഷം പിന്നെ രാവിലത്തെ കുറച്ച് പാത്രങ്ങൾ കഴുകണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി വെക്കുക കേട്ടോ. എനിക്ക് എപ്പോഴും ഇങ്ങനെ രാവിലെ എഴുന്നേറ്റ് പാട് വേഗം ഫുഡൊക്കെ കഴിച്ച ശേഷം വേഗം പണികളൊക്കെ ചടുപെടുന്നതിനെ ഒരുക്കണം കേട്ടോ. ഇങ്ങനെ ടൈം എടുത്തിട്ട് മെല്ലെ ഇരുന്ന് ചെയ്യണമെന്ന് ഇഷ്ടമല്ല. അത് സ്കൂളിലെ ദിവസമാണെന്നുണ്ടെങ്കിലും മോന് സ്കൂളിലോട്ട് പോകുന്ന ടൈമിലേക്കും എൻ്റെ ക്ലീനിങ്ങും അതുപോലെ തിരുമ്പലും കുക്കിങ്ങും ഒരു ഇതൊക്കെ കഴിയും കേട്ടോ. അപ്പോൾ എനിക്ക് രാവിലെ തന്നെ ഇങ്ങനെ എല്ലാ പണി പെട്ടെന്ന് തീർക്കണം. ഇങ്ങനെ മടി പിടിച്ചിരിക്കണം ഇഷ്ടമല്ല. അഥവാ മടി പിടിച്ചിരുന്നാൽ പിന്നെ പണി ഒരുങ്ങാൻ കുറച്ചധികം ടൈം ആവും കേട്ടോ. അപ്പോൾ അതാ നമ്മുടെ പണിയൊക്കെ ഇതാ ഒരുങ്ങി വരുന്നു. അപ്പോൾ ഞാൻ പാത്രങ്ങളൊക്കെ കഴുകിയ ശേഷം കൊട്ടത്തലൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇട്ടു. അതിനുശേഷം ഇതാ വർക്ക് ഏരിയയിൽ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടക്കണ്ടായിരുന്നു കേട്ടോ. അടുപ്പത്ത് ചോറിനുള്ള വെള്ളം വെച്ചിട്ടുണ്ട്. ഇപ്പം ഒന്ന് സ്കൂളില്ലാത്ത ദിവസമായതുകൊണ്ട് തന്നെ ഞങ്ങൾ 8-9 മണിയൊക്കെ ആവും കേട്ടോ ചോറൊക്കെ അടുപ്പത്തിടാൻ. അപ്പോൾ ഞാൻ അതിൻ്റെ 4 പുറമൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. ഇനി ചോറായ ശേഷം ഒന്നുകൂടി ഒന്ന് നല്ല വൃത്തിയിൽ സോപ്പൊക്കെ ഇട്ട് കഴുകും. അപ്പോൾ അതിന് മേലെ കുറച്ച് ഇങ്ങനെ പുക പോയതിൻ്റെ പാടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ചെടുക്കുകയാണ്. അതുപോലെ നമ്മൾ അടിയിൽ വെക്കണ വിറകിൻ്റെ അവിടെയൊക്കെ കുറച്ച് പൊടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ, ചാക്കൊക്കെ വെച്ചത്. അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്ത് നല്ല ക്ലീനാക്കി തുടച്ച് അടിച്ചു വാരി എടുക്കുകയാണ്. അപ്പോൾ എന്നോട് ഒരുപാട് പേര് പറയുന്നുണ്ട് കേട്ടോ ക്ലീനിങ് വീഡിയോ ഇടുക, ക്ലീനിങ്ങിൻ്റെ ലോങ് വീഡിയോ ഇടുക എന്നൊക്കെ. ഞാൻ ഇൻഷാ അല്ലാഹ് ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ അടുത്തൊക്കെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഞാൻ ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇനി ലോങ് ആയിട്ടൊരു വീഡിയോ ഇടണമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ മാസത്തിൽ ഒരു വട്ടം മൊത്തത്തിലൊന്ന് ക്ലീൻ ചെയ്യാറുണ്ട്. അതുകൊണ്ട് റമദാനൊക്കെ എനിക്ക് വല്ലാണ്ട് ക്ലീനിങ്ങിൻ്റെ ആവശ്യമൊന്നും ഉണ്ടാവാറില്ല. അത് എൻ്റെ വീട്ടിലായാലും നിൽക്കാൻ്റെ വീട്ടിലായാലും കേട്ടോ. അപ്പോൾ ഇതാ ഞാനിതാ വർക്ക് ഏരിയ അടിച്ചൊരിയിട്ടാണ് വരിക കേട്ടോ. ഞാൻ ആദ്യം വർക്ക് ഏരിയ അടിച്ചൊരുക, കാരണം വേറെ ഒന്നുമില്ല, അവിടെയാണ് കൂടുതൽ പൊടികൾ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അത് ചോട്ടിയിട്ട് നമ്മൾ ഹാളിലൊക്കെ അടിച്ചൊരി കഴിഞ്ഞാൽ അങ്ങോട്ട് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അവിടെ അടിച്ചൊരിയിട്ട് നേരെ അടുക്കളയിട്ട് കൂട്ടിയിടും. എന്നിട്ട് ബാക്കിയുള്ള കൗണ്ടർ ടോപ്പും കാര്യങ്ങളും ക്ലീൻ ചെയ്തിട്ടോ പിന്നെ അടിച്ചു വരുള്ളൂ. അപ്പോൾ അതാ അടുക്കളയത്തെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി ഗ്യാസ് അടുപ്പൊക്കെ ഒന്ന് തുടക്കാണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഇതാ കൗണ്ടർ ടോപ്പൊക്കെ തുടച്ചു. പിന്നെ നമ്മൾ ഗ്യാസ് അടുപ്പൊക്കെ തുടച്ചിട്ട് പിന്നെ സിങ്കൊക്കെ ഒന്ന് കഴുകി രാവിലത്തെ കുക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇനി അടുപ്പിൽ മാത്രമേ വെക്കണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് പിന്നെ അതൊന്ന് സോപ്പിട്ട് കഴുകും. അപ്പോൾ ഇതിൻ്റെ ബാക്കി വീഡിയോ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. അപ്പോൾ അല്ലെങ്കിൽ ലോങ് ആയി പോകുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കണം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത്. ബാക്കി നമുക്ക് അടുത്ത ഡേറ്റ് കാണാം. അസ്സലാമു അലൈക്കും.